ഓം ഹംസാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിത്ഘനരസമ്പൂർണം ഹ്യാനന്ദം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിപും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ജഗദംബിക വർക്കല ശാരദാദേവി പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി, സുലേഖ മാം, നമ്മുടെ ഗ്രൂപ്പ് ഇത്രയും ഭംഗിയായി നല്ലൊരു പുണ്യ സങ്കേതമായിട്ട് കൊണ്ടുപോകാൻ ഗ്രൂപ്പിനെ നയിച്ച് ഇത്രയും വലിയൊരു മഹത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വഴികാട്ടിയായി വന്ന നമ്മുടെ അനിൽജി, നമ്മുടെ ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിൻസ്, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയേറെ സന്തോഷം ആണ് നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ഈ ഗ്രൂപ്പ് വഴി നമുക്ക് കിട്ടുന്ന പുണ്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, നല്ലൊരു അറിവ് നമ്മളിലേക്ക് എത്തിക്കാനും അതിൻ്റെ അകത്ത് നല്ല നല്ല കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്കാണേലും നമ്മുടെ എല്ലാ പഠിതാക്കൾക്കും ഒക്കെ നല്ലൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നു. അത് ഇനിയും വളർന്ന് നല്ല അറിവും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്കും വഴികാട്ടിയും എല്ലാമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ നമുക്ക് മുമ്പോട്ട് നയിക്കാൻ എല്ലാവർക്കും നമ്മുടെ നിങ്ങളുടെ അനുഗ്രഹവും ശ്രീ ശാരദാംബികയുടെ അനുഗ്രഹവും ഏവർക്കും ഉണ്ടാകട്ടെ. കർക്കിടകം 1 മുതൽ കന്നി 5 വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക രചനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ആത്മോപദേശ ശതകം. വേദാന്തം കടഞ്ഞെടുത്ത അമൃതബിന്ദുക്കളാണ് ഇതിലെ ഓരോ മന്ത്രവും. ശ്ലോകം എന്നതിനേക്കാൾ മന്ത്രം എന്നതാണ് ചേരുന്ന വാക്ക്. മനനത്രായതി ഇതി ആണല്ലോ മന്ത്രം. ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകവും മനനം ചെയ്യേണ്ട മന്ത്രമാണ്. മനനം ചെയ്യുന്നവനെ അത് രക്ഷിക്കും, സംശയമില്ല. നമ്മുടെ ഭഗവാൻ നമുക്ക് ധാരാളം കൃതികൾ രചിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഓരോ കൃതികളുടെയും അർത്ഥങ്ങൾ നമ്മൾ മനനം ചെയ്ത് പോകാൻ നമുക്ക് എല്ലാവരും നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ ഓരോ വാക്കുകൾക്കും ഒരക്ഷരത്തിന് പോലും നമുക്ക് അതിൻ്റെ വിലയേറിയ അർത്ഥങ്ങളാണ് നമുക്ക് ഭഗവാൻ കാട്ടിത്തന്നേക്കുന്നത്. അത് നമ്മൾ പഠിച്ച് മനനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മനസ്സിനും മറ്റുള്ളവർക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് അതിൻ്റെ ഓരോ അർത്ഥം കൊണ്ട് നമുക്ക് സാധ്യമാകും. അത് തന്നെയാണ് നമ്മൾ ആത്മോപദേശ ശതകത്തിൻ്റെ ആ 100 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓരോ അർത്ഥവും നമുക്കത് മനനം ചെയ്ത് കഴിഞ്ഞാൽ വളരെയേറെ അറിവുകൾ നമുക്കതിൽ കൂടി കിട്ടും. അത് തന്നെയാണ് നമുക്ക് മറ്റുള്ള കൃതികളിലാണേലും ശ്രീനാരായണ ധർമ്മത്തിൽ കൂടി നമ്മൾ ഓരോ ഒന്ന് അനുഷ്ഠിക്കേണ്ട ഓരോ വാക്കുകളും നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നമ്മുടെ ദിനചര്യകളിൽ എന്നും നമ്മളത് മനനം ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മൾ അത് എത്തിക്കുക. ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ 77, 78 എന്ന കൃതിയാണ് ആത്മോപദേശ ശതകത്തിൻ്റെ. അതിൻ്റെ ചെറിയ ഒരു അറിവ് വെച്ച് ഞാൻ അതിനെപ്പറ്റി പറയാം. ബ്രഹ്മാണ്ടത്തിൻ്റെയും പിണ്ഡാണ്ടത്തിൻ്റെയും രഹസ്യമാണ് 77-ാം മന്ത്രം. പ്രപഞ്ച പ്രതിഭാസങ്ങളായി വിരിഞ്ഞു നിൽക്കുന്ന അറിവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം ആ പരമതത്വം തന്നെയാണ് നാമായും പ്രപഞ്ചമായും ഓരോ സമയം നിന്നെരിയുന്നത് എന്ന് ഗുരു ഉപദേശിക്കുകയാണ്. പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റാം അറിവനലൻ
ജലമക്ഷം ഇന്ദ്രിയാർത്ഥം ധരണീതിങ്ങനെ അഞ്ചു തത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യമേകമാകും. പരമമായ ആകാശം, പരന്ന ശക്തിയായ കാറ്റ്, അറിവാകുന്ന അഗ്നി, ജലമാകുന്ന അക്ഷം, ഇന്ദ്രിയാർത്ഥമായ ഭൂമി എന്നിങ്ങനെ ഇത് അഞ്ച് തത്വമായി നിന്ന് എരിയുന്നതിൻ്റെ രഹസ്യം ഏകമാകും. പ്രപഞ്ചത്തിനും നമുക്കും ആധാരമായിട്ടുള്ളത് ഓരോ തത്വമാണ് എന്നാണ് ഗുരു വെളിപ്പെടുത്തുന്നത്. ഈ രഹസ്യം നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ്. അനുഭവം കൊണ്ട് മാത്രമേ അത് അറിയാനാവൂ. ചിഞ്ചിട ചിന്തനത്തിൽ പഞ്ചഭൂതങ്ങളും പോകുമാറ് ഒരു കോടി സൂര്യന്മാരുടെ പ്രകാശത്തോടെ ഉയർന്നു വരുന്ന ആ ബ്രഹ്മ തത്വത്തെ ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പഞ്ചഭൂത സംഘാതമായ പ്രപഞ്ചമായും പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം കൊണ്ട് ഉണ്ടായ ശരീരമായും എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൻ്റെ രഹസ്യം ഒന്നായ പരബ്രഹ്മം തന്നെയാണ്. പരമൊരു വിണ്ണ് പരാകാശമാണ്. ഭൂതാകാശം നാം മുകളിൽ കാണുന്നു എന്ന് തോന്നുന്ന ആകാശമാണ്. ഈ അണ്ഡകടാഹങ്ങളെ മുഴുവൻ തന്നിലേറ്റുന്ന ആകാശമാണ് ദഹരാകാശം അഥവാ പരാകാശം. ജനനി നവരത്നമഞ്ജരിയിൽ ജനനിയുടെ ആ വാസസ്ഥലമായി ഗുരു പറയുന്ന പരമോദ്യോവ തന്നെ പരയായ വിണ്ണ്, പരന്ന ശക്തിയാണ് കാറ്റ്. ബ്രഹ്മശക്തിയായ മായ തന്നെയാണ് ശബ്ദരൂപിയായ ആകാശമായും എവിടെയും പരന്നു നിറയുന്ന കാറ്റായും അറിവാകുന്ന അഗ്നിയായും ജലമാകുന്ന അക്ഷമായും. അക്ഷം എന്നാൽ ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി നിൽക്കുന്ന ഭൂമിയായും പഞ്ചഭൂതങ്ങളായി തീരുന്നത്. പഞ്ചഭൂതങ്ങളെയെല്ലാം ബോധതത്വങ്ങളായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഉള്ളിലെ പരമമായ തത്വം തന്നെ ആകാശം, ഹൃദയാകാശം എന്നറിയപ്പെടുന്ന ഹൃദയകുഹരം വായുവെന്ന ഭൂതമാണ് ശക്തിയാകുന്ന പ്രകൃതി. ഉള്ളിരുന്ന് അറിയുന്ന അറിവാണ് അഗ്നി. ഇത് ആത്മസ്വരൂപമായ അറിവല്ല, അഹന്തയുടെ അറിവാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ജലം. ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടറിയുന്ന വിഷയങ്ങൾ അഥവാ ഇന്ദ്രിയാർത്ഥമാണ് ഭൂമി. പ്രപഞ്ചത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആകാശത്തിലാണ്. നമ്മുടെ ബോധമാകുന്ന ആകാശത്താണ് നാം എല്ലാം അറിയുന്നത്. ശരീരത്തിൽ വായു പ്രാണനായി പരന്നു കിടക്കുന്നത് കൊണ്ടാണ് പ്രകൃതിക്ക് അന്ധകരണ രൂപേണ പ്രവർത്തിക്കാനാകുന്നത്. ഓരോന്നിനെക്കുറിച്ചും നാം അറിയുന്നത് അറിവാകുന്ന അഗ്നി ഉള്ളിൽ എരിയുന്നത് കൊണ്ടാണ്. ജ്ഞാനത്തെയും വിശപ്പിനോടും അഗ്നിയായി കൽപ്പിക്കാറുണ്ട്. ശരീരത്തെ ചൂടുള്ളതായി നിലനിർത്തുന്നതും ഉള്ളിലെ അഗ്നിയാകാം. ജലം ഇന്ദ്രിയങ്ങളായി പ്രവർത്തിക്കുന്നു. കേട്ടും കണ്ടും സ്പർശിച്ചും രുചിച്ചും മണത്തും നാം പ്രപഞ്ചത്തെ അറിയുന്നത് ഈ ജലസാന്നിധ്യം കൊണ്ടാണ്. ജലത്തിൻ്റെ ഗുണം രസമാണ്. ഇന്ദ്രിയങ്ങൾ വഴിയാണ് നാം പ്രപഞ്ചത്തെ രുചിക്കുന്നത്. ഇന്ദ്രിയാർത്ഥങ്ങളായ വിഷയങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നതാകട്ടെ ഭൂമി. ഇപ്രകാരം ബ്രഹ്മാണ്ടത്തിലും പിണ്ഡാണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഒന്നു തന്നെ. ബ്രഹ്മാണ്ടത്തിൻ്റെ ചെറിയ രൂപം തന്നെയാണ് നമ്മുടെയൊക്കെ ശരീരമാകുന്ന പിണ്ഡാണ്ടം. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം തീർത്തിരിക്കുന്നത് എന്ന് സാമാന്യമായി കാണാം. ആകാശം ഉള്ളിലെ ബോധാകാശവും വായു ഉള്ളിലെ പ്രാണനും അഗ്നി ഉള്ളിലെ ചൂടും ജലം ശരീരത്തിലെ രക്തമായും മറ്റും നിറഞ്ഞിരിക്കുന്ന ദ്രാവക അവസ്ഥയും അസ്ഥി, ത്വക്ക്, മാംസാദികളായ സ്ഥൂല ശരീരവും ഭൂമിയും എന്ന് നാം സാധാരണ പറയാറുണ്ട്. പ്രപഞ്ചത്തിലെ മൂലകങ്ങളെല്ലാം ശരീരത്തിലുമുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു എന്ന ബൈബിൾ വചനം ഓർക്കുക. മരണശേഷം ഈ ശരീരം കുഴിച്ചു മൂടിയാലും കത്തിച്ചാലും അത് പഞ്ചഭൂതങ്ങളുടെ ഭാഗമായി തന്നെ തീരുന്നു. പഞ്ചഭൂതങ്ങളാകുന്ന 5 തത്വങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു ആത്മപ്രകാശമാണ്. 52-ാം മന്ത്രത്തിൽ ഗുരു ഈ തത്വം നമുക്ക് മറ്റൊരു രീതിയിൽ വ്യക്തമാക്കി തരികയുണ്ടായല്ലോ. ഏകമായ ഈ ആത്മരഹസ്യം അറിയുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം. ഈ രഹസ്യം വെളിപ്പെടുത്താൻ ഒരു ഗുരുവിനെ സാധിക്കുകയുള്ളൂ. ആത്മോപദേശ ശതകം ഈ വെളിപ്പെടുത്തലുകളുടെ വരദാനമാകുന്നു. 78-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് മനസ്സിലാക്കാം. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല, നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളതല്ലി തോർത്തിടേണം. മരണവുമില്ല, ജനനവുമില്ല, ജീവിതവുമില്ല, നരൻ സുരൻ തുടങ്ങിയവയൊന്നുമില്ല. നാമരൂപമായി മരുഭൂമിയിലെ മരീചിക കാണപ്പെടുന്നതെല്ലാം പൊരുളല്ല എന്ന് ഓർക്കണം.
ജനനമോ ജീവിതമോ മരണമോ സത്യത്തിലുള്ളതല്ല. നാം ജനനം എന്ന് കരുതുന്നത് നാമരൂപാദികളുടെ ഉണ്ടാകാൻ മാത്രമാണ്. ഗുരുവിൻ്റെ പിണ്ടനന്ദി എന്ന ശിവസ്തോത്രത്തിൽ പിണ്ടത്തിനായാണ് ഗുരു ശംഭുവിനോട് നന്ദി പറയുന്നത്. അടിയൻ്റെ പിണ്ടത്തെയാണ് ശംഭു എപ്പോഴും അൻപോട് വളർത്തിയത്. അടിയനെ അല്ല, അടിയൻ ഇരിക്കാൻ ഒരു കൂട്, അതാണ് ശരീരം. ആ ശരീരം മാത്രമാണ് ഗർഭാശയത്തിനകത്ത് അണ്ഡബീജങ്ങളുടെ സങ്കലനം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നത്. വാഴ്വ് സത്യത്തിൽ ആ പിണ്ടത്തിൻ്റെ വിവിധ അവസ്ഥകളുടെ ആകത്തുകയാണ്. അസ്ഥി, ജന്മം, വൃത്തി, പരിണാമം, അപചയം, വിനാശം എന്നീ ആറവസ്ഥകൾക്ക് വിധേയമാകുന്ന ശരീരം മാത്രമാണ്. ശരീരത്തിൻ്റെ ഉപേക്ഷിക്കൽ മാത്രമാണ് മരണം. ഗീത പറയും പോലെ ജീർണവസ്ത്രം മാറൽ, ആത്മാവ് അണിയുന്ന വസ്ത്രം മാത്രമാണ് ശരീരം. നിത്യനും നാശമില്ലാത്തവനും അറിയപ്പെടാൻ കഴിയാത്തവനുമായ ആത്മാവ് കുടികൊള്ളുന്ന ശരീരം നാശമുള്ളതാണ്. ദേഹത്തിൻ്റെ അഭിമാനമായ ജീവന് ഈ ദേഹത്തിൽ എപ്രകാരമാണോ കൗമാരവും യൗവനവും വാർദ്ധക്യവും, അതുപോലെ തന്നെയാണ് മരണത്തിലൂടെയുള്ള അന്യശരീര പ്രാപ്തിയും എന്ന ഗീത പ്രഖ്യാപിക്കുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൻ മാല ഉരുക്കി വളയാക്കി മാറ്റുമ്പോൾ സ്വർണം രണ്ടിലും മാറ്റമില്ലാതെ നിൽക്കുന്നതുപോലെ ആത്മാവ് നിത്യമാണ്. നാമരൂപാദികളായി നാം അറിയുന്ന പ്രപഞ്ചം മരുഭൂമിയിലെ മരീചി നീര് പോലെ കാണപ്പെടുന്ന പൊരുൾ യഥാർത്ഥത്തിൽ പൊരുളല്ല തന്നെ. മരുഭൂമിയിൽ കാണപ്പെടുന്ന മരീചിക കാണുമ്പോൾ ജലമാണെന്ന് തോന്നാം. ആ കാഴ്ച പൊരുളാണെന്ന്, സത്യമാണെന്ന് തൽക്കാലത്തേക്ക് തോന്നാം. അതു മരീചികയാണെന്ന് അറിയാത്ത ഒരു യാത്രികൻ ദാഹം തീർക്കാം എന്ന വ്യാമോഹത്തോടെ അതിനടുത്ത് എത്തിയേക്കാം. അടുത്തെത്തുമ്പോഴാണ് പൊരുളാണ്, സത്യമാണ് എന്ന് തോന്നിയ ഈ ജലം ഇല്ലാത്തതാണ് എന്നറിയും. അതുപോലെയാണ് നാമരൂപാദികൾ മാത്രമായ വിഷയപ്രപഞ്ചത്തെ ജീവിത സുഖങ്ങൾക്ക് ആസ്പദമാക്കി നാം കാണുന്നത്. ജീവിതത്തിൻ്റെ ആന്തരികമായ ദാഹം തീർക്കാൻ നാമരൂപാദികളായ വിഷയപ്രപഞ്ചം മരീചി പോലെ മാത്രമേ ഉതകൂ. അതിനാൽ അത് സത്യമല്ലെന്ന് മനസ്സിലാക്കി ജനന മരണങ്ങൾക്ക് വിധേയമായ നാമരൂപാദികൾക്ക് കാരണമായി നിൽക്കുന്നു. അഖണ്ഡബോധസ്വരൂപമായ പരമ്പൊരുളിനെ തന്നെ നാം അറിയണം. പ്രപഞ്ചത്തിൻ്റെ അനിത്യത അറിഞ്ഞ് നാം അവയെ സാക്ഷിഭാവത്തിൽ കാണണം. നരൻ, സുരൻ, മനുഷ്യൻ, ദേവൻ എന്നിങ്ങനെയുള്ളവ ഒന്നും തന്നെയില്ല. സത്യത്തിൽ അവയെല്ലാം തന്നെ നാമരൂപാദികൾ മാത്രം. എല്ലാറ്റിൻ്റെയും പൊരുൾ ഒന്നു തന്നെ. അതുകൊണ്ട് അർത്ഥരഹിതമായ ജീവിത കാമനങ്ങൾക്ക് പുറകെയുള്ള അന്ധമായ അലച്ചിൽ നമുക്ക് നിയന്ത്രിക്കാം. ജനന മരണങ്ങൾ തന്നെ വെറും സങ്കല്പമാണെങ്കിൽ അതിൻ്റെ ഇടവേള മാത്രമായ ജീവിതവും നിരർത്ഥകമാണ്. പക്ഷേ ജന്മം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാതെ വയ്യ. ജീവിതത്തെ സംബന്ധിക്കുന്ന സത്യം ഉൾക്കൊണ്ട് ജീവിക്കാനായാൽ അതിൻ്റെ പ്രഹേളികകളിൽ നിന്ന് ഒട്ടൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. മാത്രവുമല്ല, നമ്മെ എപ്പോഴും വേട്ടയാടുന്ന മരണഭയവും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം. ആത്മബോധത്തിൽ അമർന്നവനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ വെറും ഒരു മരീചിക. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും എന്നതിനെ താർക്കികമായി മറ്റൊരു രീതിയിൽ വെളിപ്പെടുത്തുന്നതാണ് 79-ാം മന്ത്രം. നമുക്ക് ഒന്നുകൂടെ 77-78. പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റാമറിവനലൻ ജലമക്ഷമിന്ദ്രിയാർത്ഥം ധരണീതിങ്ങനെ 5 തത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യമേകമാകും. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല, നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരിക്കൽ കൂടി പറയുന്നു. നമസ്കാരം.